മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം ഷഡ്വിംശോധ്യായ 26-ാമത്തെ അധ്യായം. ശ്രീ ഭഗവാനുവാച മല്ലക്ഷണമിമം കായം ലബ്ധ്വാ മദ്ധർമ്മമാസ്ഥിത ആനന്ദപരമാത്മാനമാത്മസ്ഥം സമുപൈതിമം. ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ്, എന്താണ് എന്നെ അറിയാനുള്ള ഒരു ഉപാധിയാണ് ഈ ശരീരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മല്ലക്ഷണമിമം കായം ലബ്ധ്വ. അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മദ്ധർമ്മമാസ്ഥിത, എന്നെ ഭജിക്കുന്നതിൽ ശ്രദ്ധയോട് കൂടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആത്മസ്ഥം, അവനവൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ആനന്ദഭാവത്തിൽ ആനന്ദ പരമാത്മാവായിട്ടുള്ള എന്നെ തന്നെ നന്നായി പ്രാപിക്കും. അതിനെ പരിശ്രമിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അത് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട്, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. അതാണ് വേണ്ടത്. അതിന് എങ്ങനെയാണ് മാർഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തിൽ പറഞ്ഞില്ലേ, ഒരു മുക്തി ലഭിക്കണമെന്ന് വെച്ചാൽ 3-4 കാരണങ്ങൾ അതിൽ പ്രവൃത്തി സാധ്യതയുണ്ട്. എന്താണ്? വിവേകം, വൈരാഗ്യം. വിവേകം എന്ന് പറഞ്ഞാൽ അനിത്യ വിവേകം എന്നാണ് പറയുക. അതായത് ഈ പ്രപഞ്ചത്തിൽ എന്താണ് സത്യം, എന്താണ് അസത്യം എന്നുള്ളതിൽ ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യമുള്ളത് അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളത് ബോധ്യം വരിക. അതാണ് അനിത്യ വിവേകം. പിന്നെയോ ഇഹാമുത്ര, അതിൽ ഫലപ്രാപ്തി വൈരാഗ്യം എന്ന് പറയുക. ഈ ലോകത്തിലും മറ്റുള്ള ലോകത്തിലും ഉണ്ടാകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും കർമ്മങ്ങളുടെ അനുസൃതമായിട്ട് ഫലമായിട്ട് കിട്ടുന്ന ഇതുണ്ടല്ലോ, അതെല്ലാം നശ്വരങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ ത്യജിക്കുക, അതിലൊന്നും ആഗ്രഹമില്ലാണ്ട് ഇരിക്കുക. അതിനാണ് വൈരാഗ്യം എന്ന് പറയുക. ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ മുമുക്ഷുത്വം, അതായത് ഉള്ളിലൊരു ദൃഢമായിട്ടുള്ള ഒരു നിഷ്ഠയും ഒരു ആഗ്രഹവുമാണ്. എന്തിനെ? മോക്ഷേച്ഛ, താൻ മോക്ഷം പ്രാപിക്കുന്നേ വേണം എന്നുള്ള ആ ഭാവം, അതാണ് മോക്ഷത്വം. പിന്നെ സജ്ജനസംഗമം, സത്തുക്കളായിട്ടുള്ള ബന്ധം കൊണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ മാർഗം ലഭിക്കും. ഇതിൻ്റെയൊക്കെ മീതായിട്ട് ഒന്നും കൂടി പറയും, എന്താണ്? ആ ഭഗവാന്റെ കാരുണ്യം, അതും കൂടി വേണമെന്നാണ് പറയുക. ഏതായാലും ഇവിടെ നമ്മൾ അധികവും വിവേകത്തിന് മുതൽ നിത്യാനിത്യ വിവേകങ്ങളാണ് പല ജ്ഞാനയോഗങ്ങളും കൂടി അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ സമയത്ത് തന്നെ വൈരാഗ്യം എങ്ങനെ വരണം എന്നുള്ളതിനാണ് ധനത്തിലെ അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ അനർത്ഥമാണെന്നുള്ളതാ. ആ സമ്പത്ത് ഉണ്ടാക്കുന്നതിലുള്ള വൈരാഗ്യം ആ ഭിക്ഷുഗീതയെ കൂടെ പറഞ്ഞു. അതായത് ഒരിക്കലും ധനം എന്നുള്ളത് നിലനിൽക്കില്ല, അത് പല ആപത്തുകളിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ ധനം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അനർത്ഥമായി തീരും എന്ന് പറഞ്ഞുള്ള ആ തത്വമാണ് ധനത്തെ പറഞ്ഞത്. ഇപ്പം ഇവിടെ ഐളഗീത എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഐളൻ എന്ന് പറഞ്ഞാൽ ഇളയുടെ പുത്രൻ. ഇള എന്ന് പറഞ്ഞാൽ നമ്മുടെ നവമസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പറയും, സ്വയംഭൂമനുവിൻ്റെ പുത്രനായിട്ടുള്ള സുദ്യുമ്നൻ 6 മാസം ആണായിട്ട്, 1 മാസം ആണായിട്ട് 1 മാസം പെണ്ണായിട്ടൊക്കെ തീർന്ന കഥയൊക്കെ ഉണ്ട്. അതിൽ ആ സുദ്യുമ്നൻ പെണ്ണായിരിക്കുന്ന സമയത്ത് ഇള ഉണ്ട്. ഇളയിൽ ആ ബുധന് ഉണ്ടായിട്ടുള്ള പുത്രനാണ് പുരൂരവസ്. അതുകൊണ്ട് പുരൂരവസിൻ്റെ പേര് ഐളൻ എന്നും പേര് പറയും. അപ്പം ഈ ഐളഗീത കൂടിയിട്ടാണ് എന്തിനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ധനത്തിനോടുള്ള വൈരാഗ്യം, ഇനി വിഷയസുഖങ്ങളോടുള്ള വൈരാഗ്യം. വെറും കാമം ആഗ്രഹത്തിന് പിന്നാലെ പോയാൽ അത് എത്ര നാശത്തിന് നിന്നില്ലേ, വിഷയസുഖങ്ങളുള്ള വൈരാഗ്യം. അതാണ് ഈ ഐളഗീതയുടെ തത്വം. ഗുണമയ്യ ജീവയോന്യ വിമുക്തോ ജ്ഞാനനിഷ്ഠയാ ഗുണേഷു മായാമാത്രേഷു ദൃശ്യമാനേഷു അവസ്തുത വർത്തമാനോപി നപുമൻ യുജ്യതേ വസ്തുവിർഗുണൈ. ഈ ഇതിലെ മനസ്സിൻ്റെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നതാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇങ്ങനെയുള്ള ഈ ഗുണങ്ങളാൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതിൻ്റെ ഈ ജീവൻ്റെ അതിൽ യോനി, അതതിൻ്റെ തുടക്കം. കാരണം എന്താണ്? ഈ ഗുണങ്ങളാണ്. അത് പക്ഷെ എങ്ങനെയാണ്? മായയെ കൊണ്ട് ഉണ്ടായിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുണങ്ങളിൽ ഇരിക്കുന്നവനാണെങ്കിൽ കൂടിയിട്ട് എന്ത് ചെയ്യണം? ജ്ഞാനം അങ്ങോട്ട് എന്ത് ചെയ്യണം? ജ്ഞാനനിഷ്ഠ കൊണ്ട് എന്ത് ചെയ്യുക? അവസ്തുത, ഈ കാണുന്നതെല്ലാം താൻ ഇതിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതെല്ലാം വാസ്തവല്ല, അയഥാർത്ഥമാണെന്നുള്ള ബോധ്യം ഉണ്ടല്ലോ. കാണപ്പെട്ട് ഇതെല്ലാം എല്ലാ വസ്തുക്കളും അങ്ങനെ ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, എന്നാൽ യുജ്യതേ, ആ
പുരുഷനുണ്ടല്ലോ, ആ പുരുഷൻ ആ വിഷയസുഖങ്ങളിൽ ഒരിക്കലും യോജിച്ചുകൊണ്ട് അതിൽ മുഴുകില്ല എന്ന് പറയുകയാണ്. എപ്പോഴും മനസ്സിൽ ആ ചിന്ത ഉണ്ടായാൽ മതി, ഈ കാണുന്നതൊന്നും വാസ്തവല്ല, ഇതൊക്കെ നശ്വരങ്ങളാണെന്നുള്ള ഭാവം എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സംഘം നകുര്യൽ അസതം ശിശ്നോദരതൃപം കുതിൽ തസ്യാനുഗ തമസ്യാന്തേ പദത്യന്താനുഗാന്ധവൽ. ആ വെറും ഈ ശിശ്നത്തിനെയും ഉദനത്തിനെയും തൃപ്തിയെ ബദലെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ലൗകിക അതുമാതിരി ഇന്ദ്രിയ പ്രീതി വരുത്താൻ വേണ്ടിയിട്ട്, ജനനേന്ദ്രിയത്തിൻ്റെ പ്രീതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ആ ഓരോ പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അസതാം സംഘം, അസത്തുക്കളായിട്ടുള്ള ആ സംഘം ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുകയാണ്. കാരണം അവൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അസത്തുക്കളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ കണ്ണുപൊട്ടൻ്റെ പിന്നാലെ, കണ്ണുപൊട്ടനാണ് നമ്മുടെ വഴിയിൽ കൊണ്ടു നടക്കണമെന്ന് വെച്ചാൽ പിന്നാലെ നടക്കുന്ന വേറൊരു കുരുടനെ എന്ത് ചെയ്യും? രണ്ടുപേരും കൂടിയിട്ട് പൊട്ടക്കണക്കിൽ അങ്ങോട്ട് വീഴുക ചെയ്യുക. അപ്പോൾ അന്താനുഗാന്ധവൽ, അത് ഒരു കണ്ണുപൊട്ടനെ നയിക്കാൻ വേറൊരു കണ്ണുപൊട്ടനായാൽ എന്താ ഉണ്ടാവുക? രണ്ടുപേരും വീണ് നശിക്കില്ലേ? ഇതുമാതിരി ഈ ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ആൾക്കാരുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളും നശിക്കുകയുള്ളൂ. അയിള സമ്രാടി മംഗാധാം അഗായത ബൃഹശ്രവ ഉർവശീ വിരഹൻ മുഹ്യൽ നിർവിണ്ണ ശോകസയ്യമേ. പണ്ട് ആ ചക്രവർത്തി പുരൂരവസ്ഥ എന്ന അയളൻ, പുരൂരവസ്ഥ എന്നുള്ള ചക്രവർത്തി ഉണ്ടല്ലോ, ഈ മഹത്തായിട്ടുള്ള ഈ ഗീതം പാടി എന്ന് പറയാണ്. എങ്ങനെയാണ്? ബൃഹൽശ്രവ എന്നാണ്. അതായത് എന്താ അത്? ആ ഏറ്റവും കീർത്തിമാനായിരുന്നു അദ്ദേഹം, വളരെ ശ്രേഷ്ഠനായിരുന്നു, ചക്രവർത്തിയായിരുന്നു. എങ്കിൽ കൂടിയിട്ട് എന്ത്, ഈ ഉർവശിയുടെ പിന്നാലെ പോയി ഉർവശിയിലുള്ള ആഗ്രഹം കാരണം അവസാനം ഉർവശി പിരിഞ്ഞ സമയത്തുണ്ടല്ലോ ആ മോഹം വന്നു. അവസാനം ആ മോഹം മുഴുവൻ നശിച്ച് ദുഃഖം നശിച്ച സമയത്ത് അതിന്ന് നിർവിണ്ണനായിട്ട് ഈ ഗാഥയെ പാടുണ്ടായി, ഈ ഗീതം പാടി. അതാണ് അയിള ഗീതം. അതെങ്ങനെ എന്നിട്ടോ? त्यक्तु आत्मानं व्रजन्तीं तं नग्नमुन्मत्तवन् नृप विलवन् अन्वगाल जाये घोरे तिष्ठेति विक्लवा. പുരൂരവസിൻ്റെ കഥ നവമസ്കന്ധത്തിലുണ്ട്. ആ വിശപ്പ് അവിടെ പറയുന്നില്ല. ഏതായാലും ഈ ഉർവശി പുരൂരവസിനെ കാമിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ജീവിച്ചത്. ഉർവശിക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു, മനുഷ്യപുത്രിയായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാലം ആരെയാണ് ഇവിടെ വരനായിട്ട് വരിക്കാമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. അന്ന് ആ ഭൂമി ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരനായിട്ടുള്ള ചക്രവർത്തി, നല്ലത് എല്ലാ കേമം കൊണ്ട് ശ്രേഷ്ഠനായിട്ടുള്ള ആൾ ഇദ്ദേഹമായിരുന്നു, പുരൂരവസനായിരുന്നു. അപ്പോൾ പുരൂരവസനെ വരിച്ചു ഉർവശിയുടെ ആഗ്രഹം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉർവശി ആ ശാപമോക്ഷം കിട്ടിയിട്ട് ഉർവശി സ്വർഗ്ഗലോകത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? പുരൂരവസ് ആ ഉർവശിയുടെ പിന്നാലങ്ങനെ പോയിട്ട് നഗ്നനായിട്ട് ഒരു ഉന്മത്തനെ പോലെ ആ തന്നെ മറന്നുകൊണ്ട് വിലവൻ അന്വകാലിജ പിന്നാലെ ഓടിപ്പോയി. ഘോരെ നിൽക്ക എന്നെ വിട്ടിങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോയി എന്നാണ് പറയണത്. ഉർവശിയുടെ പിന്നാലെ കാമാനതൃപ്തോ നുജുഷൻ ക്ഷുല്ലകൻ വക്ഷയാമിനി നവേദയാന്തീർ ഉർവശ്യ ആകൃഷ്ടചേതന. അങ്ങനെ വെറൊരു ഭ്രാന്തനെ പോലെ ഉർവശ്യ ആകൃഷ്ടചേതന, ഉർവശിയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോട് കൂടിയിട്ട് എങ്ങനെ വന്നും പോയി ഇരിക്കുന്ന ദിവസങ്ങളെ അറിഞ്ഞില്ല എന്ന് പറയാണ്. അതൃപ്തനായിട്ട് ആഗ്രഹങ്ങളെ എങ്ങനെ എന്തിലെ ക്ഷുല്ലകാൻ നിസ്സാരങ്ങളായിട്ടുള്ള കാമൻ വിഷയസുഖങ്ങളെ ഇങ്ങനെ സേവിച്ചും കൊണ്ട് അതിൽ തൃപ്തി വരാണ്ട് ദിവസവും കാലവും പോയത് അങ്ങനെ അറിഞ്ഞില്ല എന്ന് പറയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്നിട്ടോ അയലോ വാച അഹോ മേ മോഹവിസ്താര കാമകസ്മലചേതസ ദേവ്യാ ഗൃഹീതകണ്ഠസ്യ നായുഖണ്ഡ ഇമേ സ്മൃത. കാമകസ്മലചേതസ, അതായത് ഈ മന്മഥൻ്റെ അതിന് ദുഷ്ട പ്രവൃത്തികൾക്ക് കസ്മലത്തിന് കീഴടങ്ങിയിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള എൻ്റെ നോക്കൂ, എൻ്റെ ഈ അജ്ഞാനത്തിൻ്റെ വലിപ്പം, മോഹവിസ്താരം ഒന്ന് കാണൂ എന്ന് പറയുകയാണ്. ആശ്ചര്യം തന്നെ. കാരണം ദേവ്യാ ഗൃഹീതകണ്ഠസ്യ, ഉർവശി എൻ്റെ കഴുത്തിൽ അങ്ങനെ കീറി പിടിച്ച മാതിരിയാണെന്ന് പറയുകയാണ്. നായുഖണ്ഡ ഇമേ സ്മൃത, എൻ്റെ ആയുസ്സിൻ്റെ അംശങ്ങളായിട്ടുള്ള ദിവസങ്ങൾ അങ്ങനെ പോണത് ഞാൻ സ്മരിച്ചിട്ടില്ല. ഉർവശിയിൽ അങ്ങനെ ഭ്രമിച്ചുകൊണ്ട് ദിവസങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് പറയുകയാണ്. നാഹം വേദ അഭിനിർമുക്ത സൂര്യോ വാഭ്യുദിതോ മുയാ മുഷിതോ വർഷപൂഗാന ബദാഹാനികതന്യുത. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഇല്ലേ? അതുമാതിരി അമുയാ മുഷിത, അവളാൽ അപഹരിക്കപ്പെട്ട മനസ്സോട് കൂടിയിട്ട് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല, ദിവസങ്ങളെ പോകണമെന്ന് അങ്ങനെ അറിഞ്ഞില്ല. അങ്ങനെ അവളിൽ തന്നെ മുഴുകി അങ്ങനെ കഴിഞ്ഞു പറയുകയാണ്. അഹോമേ ആത്മസമ്മോഹോ യേനാത്മായോഷിതം കൃത
ക്രീഡാമൃഗ ചക്രവർത്തി നരദേവ ശിഖാമണി. ആരാണ് ഞാൻ? ചക്രവർത്തിയാണ്, നരദേവ ശിഖാമണി. ആ മനുഷ്യന്മാരുടെ ദേവൻ ഇതില്ലേ, രാജാക്കന്മാരുടെയൊക്കെ ചൂടാരത്നായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു ഞാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ആത്മാ ഏന യാതൊന്ന് യോഷിതാം ക്രീഡനാലോ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെയുള്ള ഞാനെന്ത് ചെയ്തു? ഇല്ലേ, സ്ത്രീകളുടെ ഒരു കളിപ്പാട്ടായിട്ട് ക്രീഡാമൃഗമായിട്ട് അങ്ങനെ തീർന്നു എന്ന് പറയുകയാണ്. കഷ്ടം, എൻ്റെ ആത്മവിസ്മൃതി തത്വം യഥാർത്ഥത്തിൽ മനസ്സിലാക്കൊണ്ട് പറ്റിയതല്ലേ ഇത്? അതാണ് ആത്മസമ്മോഹ. അഹോ ആശ്ചര്യം എന്ന് ഞാൻ ഇദ്ദേഹം പറയുകയാണ്. സപരിച്ഛദമാത്മാനം ഹിത്വാ തൃണമിവേശ്വരം യാന്തിം സ്ത്രീയം ചാന്വഗമം നഗ്ന ഉന്മത്തവൻ ദ്രുതൻ. ആ പരിച്ഛദങ്ങളോട് കൂടിയിട്ടുള്ള ആ എല്ലാമായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ മറന്നുകൊണ്ട് എങ്ങനെ തൃണം ഇവ ഒരു പുല്ല് പോലെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ സ്ത്രീയുടെ പിന്നാലെ നഗ്നനായിട്ട് ഭ്രാന്തനെ പോലെ കരഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നാലെ ആരും കാണും ലജ്ജയില്ലാതെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു പറയുകയാണ്. ഈ ഭക്തിയും ഉന്മാദമൊക്കെ ഭഗവാന്റെ നേരിട്ടായിരുന്നു വെച്ചാൽ എന്നെ മോക്ഷം കിട്ടിയിരുന്നു എന്നാണ് അതിൻ്റെ വിവക്ഷ. കുതസ്തസ്യ അനുഭാവസ്യ തേജ ഈശത്വമേവ വാ യൊന്നുഗച്ഛം സ്ത്രീയം യാന്തീം ഖരവൽ പാദതാടിതാ. നോക്കൂ, വീണ്ടും തന്നെ അങ്ങനെ അതിൽ ബത്സിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് താൻ ചെയ്തിട്ടുള്ള ആ വിഡിത്തത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ട് പറയുകയാണ്. യാന്തീം സ്ത്രീയം പാദതാടിതാ ഖരവൽ യ അഹം അന്വഗച്ഛം. അതാണ്, അതായത് ഈ മുമ്പിൽ അവളുടെ പിന്നാലെ ഞാൻ അങ്ങനെ ഭ്രമിച്ചുകൊണ്ട് നിൽക്കെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവളെങ്ങനെയാണ് അവള് പിൻകാലം കൊണ്ട് എന്നെ ഇങ്ങനെ തട്ടി പിന്നാക്കാക്ക കടന്ന് പോകും എൻ്റെ അടുത്ത്, എൻ്റെ പിന്നാലെ വരണ്ടെന്ന് പറഞ്ഞിട്ടേ. എന്നിട്ടോ ഖരവൽ ഒരു കഴുതേ പോലെ ഞാനും ചെയ്തു അവളെ പിന്നാലെ അങ്ങനെ അനുഗമിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും പോയി. തസ്യമേ എനിക്ക് തേജസ്സോ ബലോ ഈ ഐശ്വര്യമോ എന്തെങ്കിലും ഉണ്ടോ? എന്നാലും ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായത്? വെള്ള പിന്നാലെ പോവല്ലേ ഞാൻ ചെയ്തത് എന്നാണ്. അതാണ് എന്താണ് അനുഭാവ കുത ഇതിലെ ഈശത്വം വാ അനുഭാവ കുത ഇതിലെ മാഹാത്മ്യോ ഈശ്വരത്വോ തേജസ്സോ ബലോ ഒക്കെ എവിടെ? എനിക്കത് ചോദിക്കുകയാണ്. കിം വിദ്യയാ കിം തപസാ കിം ത്യാഗേന സുതേന വാ കിം വിവിക്തേന മൗനേന സ്ത്രീഭിർ യസ്യ മനോഹൃതം. അങ്ങനെ ആരുടെ മനസ്സ് ഒരു അതിൽ സ്ത്രീകൾ അപഹരിക്കപ്പെട്ടിരിക്കണു, മനോഹൃതം അപഹരിക്കപ്പെട്ടിരിക്കുന്നു, അവന് പിന്നെ വിദ്യ കൊണ്ടോ തപസ് കൊണ്ടോ സന്യാസം കൊണ്ടോ അതുമാതിരി വേദങ്ങളെ പഠിച്ചതുകൊണ്ടോ ഏകാന്തവാസികൾ ഒന്നുകൊണ്ടോ മൗനവ്രതങ്ങളെ കൊണ്ടുള്ള വാക്ക് നിയന്ത്രണം കൊണ്ടോ ഒന്നും ഒരു ഫലവുമില്ല എന്ന് പറയാണ്. സ്വാർത്ഥസ്യാഗോവിതം ദിങ്മാം മൂർഖം പണ്ഡിതമാനിനം യോഗമീശ്വരതം പ്രാപ്യ സ്ത്രീഭി ഗോഹരവർജിത. ആ സ്വന്തം കാര്യത്തെ അറിയാത്തവനാണ് ഞാൻ. എന്താണ് സ്വന്തം കാര്യം? ഇവിടെ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അന്വേഷിച്ച് ആത്മാവിനെ പ്രാപിക്കുക വേണ്ടത്. അതിന് അകോവിതൻ, അത് അറിയാത്ത ഇത് മൂർഖനായിട്ടുള്ള, എന്നാലോ കേമനാണ്, പണ്ഡിതമാനിന കേമനാണെന്നുള്ള ഭാവം ഉണ്ടായിരുന്നല്ലോ എന്നല്ലോ ശരിക്കും എന്നെ നിന്ദിക്കന്നെ വേണമെന്ന് പറയാണ്. കാരണം ഞാൻ എന്ത് ചെയ്തു? ഈശ്വരതാം പ്രാപ്യ ഈശ്വരത്വം പ്രാപിക്കാൻ കഴിവുണ്ടായിരുന്ന എല്ലാ ഇതും ഉണ്ടായിട്ട് കൂടി ഞാൻ എന്ത് ചെയ്തു? ഗോകരവൽ സ്ത്രീഭി ജിത. അങ്ങനെയുള്ള കഴിവുള്ള ഞാൻ എന്ത് ചെയ്തു? ഒരു കഴുതയെ മാതിരി അല്ലെങ്കിൽ ഒരു പശുവിനെ മാതിരി ഈ സ്ത്രീകളുടെ വെറും വിഷയ ആസക്തി കൊണ്ട് ഞാൻ ജയിക്കപ്പെട്ടു എന്ന് പറയാണ്. അല്ലെങ്കിൽ അത് എന്നെ തോൽപ്പിച്ചു. സേവതോ വർഷഭൂകന്മേ ഉർവശ്യാതരാസവം നൃപ്യത്യാത്മഭൂ കാമോ വന്യരാഹുതിർയതാ. ഈ ഉർവശിയുടെ അധരാമൃതം ഇതില്ലേ അനവധി കാലം സേവിച്ചിട്ടും എനിക്ക് എത്ര ആയാലും തൃപ്തി വന്നില്ല എന്ന് പറയാണ്. എന്താണ് ആത്മഭൂക, എൻ്റെ മനസ്സിൽ നിന്നുള്ള കാമുണ്ടല്ലോ അതില് തൃപ്തി വന്ന് ഏത് മാതിരി വെച്ച് കഴിഞ്ഞാൽ ഇതില് ആജ്യാദിവി വന്യവ നതൃപ്യതി. നെയ്യിൽ ഇങ്ങനെ ഹോമത്തെ അഗ്നിയിൽ നെയ്യ് ഒഴിച്ച് എന്താ ഉണ്ടാവുക? ഒഴിക്കും തോറും അത് വീണ്ടും ആളിക്കത്തും. അതുമാതിരി ആഗ്രഹങ്ങളെ സാധിക്കും തോറും ആ കാമം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വർദ്ധിച്ചു വന്നതേ ഉള്ളൂ, ഇതിനൊട്ടും കുറവുണ്ടായില്ല എന്ന് പറയുകയാണ്. പുംശ്ചല്യ അപഹൃതം ചിത്തം കോൺവു അന്യോ മോചിതും പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമധോക്ഷരം. ഇങ്ങനെയുള്ള ഈ പുംശ്ചല്യ ഈ സ്ഥിതിയിൽ കുലടയായിട്ടുള്ള ആ സ്ത്രീകളാൽ അപഹരിക്കപ്പെട്ട ആ മനസ്സിനെ മോചിപ്പിക്കാൻ ആർക്കേ കഴിവുള്ളൂ? ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കീഴടക്കിയ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പുറത്ത് നിൽക്കുന്ന ആ സാക്ഷാൽ ഭഗവാന് മാത്രമേ കഴിയൂ. അന്യർക്ക് ആർക്കാണ് അതിന് സാമർഥ്യം ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അതായത് ആത്മാരാമന്മാർക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ബോധിതസ്യാമി ദേവ്യാ
ദേവ്യാമേ സൂക്തവാക്യേന ദുർമതേ മനോഗതോ മഹാമോ നാവയാത്യജിതാത്മനാ. ഇത് ഉർവശിയുടെ കുറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ദേവ്യാ സൂക്തവാക്യേന ബോധിതസ്യ അഭി. ആ ഉർവശി എപ്പോഴും പറഞ്ഞിരുന്നു, കഷ്ടം അങ്ങ് ഇങ്ങനെ ചക്രവർത്തിയായിട്ട് എന്തിനാ വെറും ഇതില്ലേ ഒരു സാധാരണ പൊംശ്ചലിയായിട്ടുള്ള എൻ്റെ പിന്നാലെ എന്തിനാ അങ്ങനെ ഓടി നടക്കണത്, കഷ്ടമുണ്ട് കേട്ടോ, നോക്കൂ നല്ല ചിന്തിച്ച് നോക്കൂ എന്നൊക്കെ അന്ന് ഉർവശി എന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ ദേവ്യാമേ സൂക്തവാക്യേന ദുർമതേ മനോഗതോ മഹാമോ നാപയത്യജിതാത്മന. പക്ഷേ എൻ്റെ ആ ഇന്ത്യ അതിലെ മനസ്സിനെ ഞാൻ ഒരിക്കലും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ മനസ്സുകൊണ്ടുള്ള മഹാമോഹം വല്ലാത്ത അറിവില്ലായ്മയിൽ ഞാൻ ചെന്ന് പെട്ടു. ഞാൻ അറിഞ്ഞില്ല, അതിന് എനിക്ക് പുറത്തു കിടക്കാനും പറ്റിയില്ല. കിമേതയാ നോപകൃതം രജ്വാവാ സർപ്പചേതസ രജ്ജുസ്വരൂപാ വിദുഷോ യോഗം യദജിതേന്ദ്രിയാ. ആ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും ഉണ്ടായിട്ടുള്ള തൻ്റെ ആ മോഹത്തിന് വീണ്ടും പറയുകയാണ്, ഇവളാൽ കിം അപകൃതം എന്ന്. ശരിക്കും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അവൾ ഒരു തെറ്റും ഉർവശി ചെയ്തില്ല, എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണെന്ന് പറയുകയാണ്. ഞാൻ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തത് കൊണ്ട് രജ്ജുസ്വരൂപ അവിദുഷ സർപ്പചേതസ രജ്വാവാക്യം അപകൃതം. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശിയുടെ തെറ്റില്ലെന്ന് എന്താ പറയണത്? ഇപ്പം നമ്മളെ വഴിയിൽ ഒരു കയറ് കണ്ടു, അത് നമ്മുടെ അബദ്ധം കൊണ്ട് ഇരുട്ടില്ലാണ്ട് നോക്കിയിട്ട് ഈ പാമ്പാണെന്ന് കണ്ട് പേടിച്ച് പാമ്പാണെന്നുള്ള രീതിയിൽ ഭ്രമിച്ചിതാവില്ലേ? അതിന് കയറിൻ്റെ കുറ്റമല്ലാതെ നമ്മളുടെ മനസ്സിൻ്റെ കുറ്റ. അതുമാതിരി ഈ ഉർവശിയെ കണ്ട് ഭ്രമിച്ച് എൻ്റെ മനസ്സ് പോയതായിൽ ഉർവശിയുടെ കുറ്റം കണ്ടല്ല, എൻ്റെ ആ മനസ്സിൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ അവളെ അങ്ങനെ ഭ്രമിച്ചതായത് എന്ന് പറയുകയാണ്. അത് തന്നെ ക്വായം മലീമസക്കായോ ദുർഗന്ധ്യാത്മകോ ശുചി ക്വഗുണ സോമനസ്യാദ്യ ഹ്യദ്യാസോ വിദ്യയാ കൃത. പിന്നെ ഇങ്ങനെ അതിൽ ഇതൊക്കെ ഈ വൈരാഗ്യം വരണ സമയത്ത് സ്വയം ചിന്തിച്ചുണ്ടാക്കേണ്ടതാണ്. പിങ്കള അതിലുള്ള ശ്ലോകങ്ങൾ പിങ്കള പറയുണ്ടായിട്ടുണ്ട്. അതിലെ ശരീരത്തിനെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ച് പറയും. എത്ര ദുർഗന്ധം വമിക്കുന്ന എല്ലാ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വസ്തുക്കളും ദുർഗന്ധം ഉണ്ടാക്കുന്നതാണ്. ആ ശരീരം തന്നെ പറഞ്ഞാലോ എല്ലും മാംസവും അസ്ഥിയും തോലും കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു കൂടാരം. അതിൽ സ്വന്തം സുന്ദരിയാണ് അല്ലെങ്കിൽ തനിക്ക് സുഖം കിട്ടുന്നുള്ള ഭാവത്തിൽ ശ്രമിക്കുന്ന ആണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ഉണ്ടല്ലോ, എത്ര തെറ്റാണ് ചെയ്യണത് എന്നൊക്കെ അന്ന് പിങ്കള പറയുന്നുണ്ട്. ഇത് തന്നെ ഇതേ ശ്ലോകം തന്നെ ഈ തരത്തിൽ തന്നെ രുക്മിണീ ദേവി ഭഗവാനോട് പറയുന്നുണ്ട്. ഇതിൽ 60-ാമത്തെ അധ്യായത്തിലെ കരിഹീച്ചൽ അധ്യായത്തിൽ ആത്മാവിൻ്റെ ആ വിവാഹത്തിൻ്റെ തത്വം പറയുന്ന സമയത്ത് ആത്മാവ് തമ്മിലുള്ള ബന്ധമാണ് വിവാഹം, അല്ലാണ്ട് വെറും ശരീരസുഖത്തിന് വേണ്ടിയിട്ടല്ല എന്ന് രുക്മിണി പറയുന്നുണ്ട്. അതാണ് ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാദ്യാത്മകോ ശുചി ക്വഗുണാസോ മനസ്യാദ്യ ഹ്യദ്യാസോ വിദ്യയാകൃത. ഈ ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള ഈ വളരെ മലിനായിട്ടുള്ള ആ ഒട്ടും ശുദ്ധിയില്ലാത്തുള്ള ഈ ശരീരം എവിടെ? അതിൽ നല്ല നല്ല ഗുണങ്ങൾ ഏതെങ്കിലും എവിടെയെന്ന് പറഞ്ഞാൽ അവിദ്യയാകൃത. വെറും ആരോപിച്ചുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ശരീരത്തിന് കിട്ടണമെന്ന് പറയുന്ന ഗുണങ്ങളുള്ളത്. ഒന്നുമില്ല. മാർദ്ദവം, സൗരഭ്യം എന്നൊക്കെയുള്ള ശ്രേഷ്ഠ ഗുണങ്ങൾ സ്ത്രീകൾക്കുണ്ടെന്ന് പറയുമല്ലോ. അതുമായി പുരുഷനുണ്ടാകുന്ന നല്ല ഗുണങ്ങൾ ഇതെല്ലാം ശരീരത്തിന് ഇതൊന്നും ശരീരത്തിൻ്റെ അല്ല. ശരീരത്തിന് ഇതൊന്നും നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ശരീരത്തിൽ നിന്ന് ഈ ദുർഗന്ധവും ചളിയും വൃത്തിയില്ലായ്മയും മാത്രമേ ശരീരത്തിലുള്ളൂ. പിത്രോ കിം സ്വന്നു ഭാര്യായ സ്വാമിനോഗ്നേശ്വഹൃദ്രയോ കിമാത്മന കിം സുഹൃത ഇതിയോ നാവസീയതേ. ഈ സമ്പത്ത് ആരുടെ നമുക്കറിയോ? പിത്രോ സ്വം കിനു അച്ഛനമ്മമാരുടെ എന്നാണ് നമ്മളുണ്ടായത്. അപ്പോൾ അവരുടെ മുതലാണോ ഈ ശരീരം? അല്ല, ഇനിയിപ്പോൾ ഭാര്യ വിവാഹം കഴിച്ചു, ഭാര്യയായ അത് ഭാര്യയുടെയാണോ ആ ശരീരം? അതും അറിയില്ല. സ്വാമിന നമ്മളൊരാളുടെ കീഴിൽ ജോലി ചെയ്യാന്ന് ചോദിച്ചാൽ അയാളുടെ കീഴിലല്ലേ ഞാൻ, അപ്പോൾ ആ ശരീരം അയാളുടെയാണോ? അതും അറിയില്ല. അഗ്നേ ഇത് കഴിഞ്ഞാലോ ശരീരം എന്താ ചെയ്യുക? അഗ്നിക്ക് ഇട്ട് കൊടുക്കുകയില്ല ചെയ്യുക. അപ്പോൾ അഗ്നിയുടെയാണോ അതെ? അതും അറിയില്ല. സ്വഹൃദ്രയോ ഇനി എല്ലാം ദഹിപ്പിക്കുകയല്ല ചെയ്താലോ വല്ല നായോ കഴുകണോ എന്തെങ്കിലും കൊത്തിക്കൊണ്ട് പോവും. അവസാനം ഈ ശരീരം പിന്നെയോ ആത്മന ഇതൊക്കെ ഇവരൊന്നുമല്ല, തൻ്റേതാണോ? അതും അറിയില്ല. സുഹൃതാം സ്നേഹിതന്മാരുടെയാണോ? അതും അറിയില്ല. ഇങ്ങനെ ഒന്നും തീർച്ചപ്പെടുത്താൻ കഴിയാത്തതാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുക. ആലോചിച്ച് നോക്കൂ, എത്ര ഇതായിട്ടുള്ളതാണ് ആ ശരീരത്തിലെ. തസ്മിൻ കളേവരേ മേധ്യേ തുച്ഛനിഷ്ഠേ നിസജ്ജരേ അഹോ സുഭദ്രം സുനസം സുസ്മിതം ചമുഖം സ്ത്രീയാ. ഇങ്ങനെ അമേധ്യമായിട്ടുള്ള, അതായത് ഒട്ടും പരിശുദ്ധമല്ലാത്തതായിട്ടുള്ള ഈ തുച്ഛമായിട്ടുള്ള ഈ ശരീരത്തിലുണ്ടല്ലോ, നമ്മൾ നല്ല ഒരു സുന്ദരമായിട്ടുള്ള ഒരു സ്ത്രീരൂപം ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ട് വളരെ സുഭദ്രം നല്ല മനോഹരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മുഖത്തോടും ശരീര ഭംഗിയോടും കൂടിയിട്ടുള്ള ആ സ്ത്രീ സങ്കല്പിക്കുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ ആസക്തി നിസജ്ജത അതിലങ്ങനെ മുഴുകി കൂടുന്നു. കഷ്ടം എന്ന് പറയുകയാണ്.
ത്വം മാംസ രുധിരസ്നായു മേധോ മേധോ മജ്ജാസ്ഥി സംഹതൗ വിൺമൂത്രപൂയേരമതം ക്രിമീണം കിയദന്തരം. ആ നേരത്തെ പറഞ്ഞ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വം മാംസ രുധിരസ്നായു മേധോ മജ്ജാസ്ഥി സംഹതൗ. തോല്, മാംസം, രക്തം, അതുമാതിരി ഞരമ്പുകൾ, കൊഴുപ്പ്, മജ്ജ എല്ലാം ഇതിൻ്റെയൊക്കെ ഒരു സംഘാതമാണ് ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പുറത്തു വരുന്ന സാധനങ്ങളൊക്കെ എന്താണ്? വിൺമൂത്രപൂയേ, മലം, മൂത്രം, അങ്ങനെ ഇതിലെ എല്ലാം ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് എല്ലാം ഇതിൽ വളരെ അതാണ് അശുഭങ്ങളായിട്ടുള്ള വസ്തുക്കളാണെന്ന് പറയുക. അതിൽ രമതാം ക്രിമീണം കിയൽ, എന്താ ഇതിൽ ഭ്രമിച്ച് ഈ ശരീരത്തിൽ രമിച്ചിരിക്കുന്ന ആ ഒരു മനുഷ്യനും ഒരു പുഴുക്കളുണ്ട്, ഇതിലിങ്ങനെ കിടന്ന് നിറയ്ക്കുന്ന പുഴുക്കൾ, അത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുകയാണ് പുരുഷ. അതാപി നോപസജ്ജേത സ്ത്രീഷു സ്ത്രൈണേഷു ചാർത്ഥവിത് വിഷയേന്ദ്രിയ സംയോഗാൻ മനഃ യോഗാൽ മനഃക്ഷുഭ്യതി നാന്യത. അതുകൊണ്ട് ഉറപ്പിക്കുകയാണ് എന്താണ്? അതാപി നോപസജ്ജേത, അതുകൊണ്ട് ഒരിക്കലും ഈ ഇതുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറയുകയാണ്. എന്താണ് ചേർച്ച? ആരുടെ? സ്ത്രീഷു സ്ത്രൈണേഷു, സ്ത്രീകളിലും അതുമാതിരി സ്ത്രീ കാര്യം ചിന്തിച്ച് സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നതായിട്ടുള്ള അവരുടെ കാമുകന്മാരിലും ഒരിക്കലും ബന്ധം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് അർത്ഥവിത്, യഥാർത്ഥ തത്വം അറിയുന്ന ആൾക്ക് എന്ന് പറയുകയാണ്. കാരണം വിഷയേന്ദ്രിയ സംയോഗാൽ മനഃക്ഷുഭ്യതി നന്യഥ. കാരണം നമ്മൾ പറഞ്ഞില്ലേ മനസ്സിൻ്റെ വിക്ഷോഭം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മനസ്സ് എപ്പോഴാണ് വിക്ഷോഭിക്കുക? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ പോണ സമയത്ത് ആ സംയോഗത്തിന് ആ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സും പോകുമ്പോഴാണ് മനസ്സ് ക്ഷോഭിച്ചിട്ട് പിന്നെ പിന്നാലെ അങ്ങനെ പോണത്. അതുകൊണ്ട് എന്ത് വേണം? ഒരിക്കലും സംഘം ഉണ്ടാവാൻ പാടില്ല. മനസ്സ് ഇതിൽ നിന്ന് പിന്നാലെ പോകാതെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയ സംഘം ഉണ്ടാകും. ഈ വിഷയങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ്. അധിഷ്ഠാതശ്രുതാഭാവൽ ഭാവ ഉപജായതേ അസംപ്രയുഞ്ജത പ്രാണൻ ശമ്യതി സ്ഥിമിതം മന. ആലോചിച്ച് നോക്കാൻ അറിയാം, മനസ്സ് തന്നെത്തായിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എപ്പോഴാണ് കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായുള്ള ഒരു വസ്തുവിൽ നിന്ന് മനസ്സിന് ഒരു ക്ഷോഭം ഉണ്ടാവില്ല. നമ്മളെന്തെങ്കിലും കേക്ക് കാണി ചെയ്താൽ മാത്രമല്ലേ മനസ്സിന് ക്ഷോഭം ഉണ്ടാവൂ. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളുമായിട്ട് മനസ്സ് ബന്ധപ്പെടുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രാണാൻ അസംപ്രയുഞ്ജത, പ്രയോഗിക്കാതെ മന സ്ഥിമിതം ശാമ്യത, അങ്ങനെ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധം മനസ്സ് വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മനസ്സ് ശാമ്യതി, മനസ്സ് നിശ്ചലായിട്ട് ശമിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിഷയങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക. തസ്മാൽ സംഘോ ന കർത്തവ്യ സ്ത്രീഷു സ്ത്രൈണേഷു ചേന്ദ്രിയൈ വിദുഷാം ചാപ്യവിശ്രബ്ധ ഷഡ്വർഗ കിമു മാതൃശം. അതുകൊണ്ട് അദ്ദേഹം ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹം ഉറപ്പിക്കുകയാണ്, ഒരിക്കലും സംഘോന്ന കർത്തവ്യ, ആരായിട്ട്? സ്ത്രീഷു സ്ത്രീകളിലും സ്ത്രീവചന്മാരായിട്ടുള്ള ആൾക്കാരിലും ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള സംഘങ്ങൾ, അതായത് അവർ പറയണ അവരുടെ പിന്നാലെ അവർ പറയണത് കേൾക്കുക, അവരെ കാണുക, അവരോട് വർത്തമാനം പറയുക, അവരുടെ കൂടെ ഇങ്ങനെ രമിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും കൊടും അവരിൽ നിന്ന് വിമുക്തി തേടണം എന്ന് പറയുക. അതിനാണ് പരിശ്രമിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിദുഷാം ചാപ്യ അവിശ്രബ്ധ, അതായത് നല്ല വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർക്കും കൂടി ഉണ്ടല്ലോ ഷഡ്വർഗ, ഈ 6 ഇന്ദ്രിയങ്ങളിൽ നിന്ന്, അതായത് 5 ഇന്ദ്രിയങ്ങളും മനസ്സും, ഈ ഷഡ്വർഗങ്ങളെ ജയിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്ത ആണ് ആർക്കാ? വിദ്വാൻമാർക്ക് കൂടി. അപ്പം പിന്നെ മാതൃശാം എന്നെയുമായിട്ടുള്ള ആൾക്കാരുടെ കഥ പറയണോ എന്ന് ചോദിക്കുകയാണ്. അതാണ് ഐളഗീതം എന്ന് പറയുന്നത്. ശ്രീ ഭഗവാനുവാച ഏവം പ്രകായൻ നൃപദേവദേവ സ ഉർവശീ ലോകമതോ വിഹായ ആത്മാനമാത്മന്യവഗമ്യമാം വൈ ഉപാരമൽ ജ്ഞാനവിധൂതമോഹ. ഭഗവാൻ പറയുകയാണ്, ഇങ്ങനെ ഈ നൃപദേവദേവ ചക്രവർത്തിയായിരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ ഉർവശിയിലുള്ള ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? ആത്മാനം, ആത്മാവിൽ തന്നെ നിയന്ത്രിക്കാതിരിക്കുന്ന ആ ആത്മാവിനെ മാം അവഗമ്യ, ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, അത് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ജ്ഞാനവിധൂതമോഹ, ആ ആത്മജ്ഞാനം വന്നത് കാരണം ആ മനസ്സിലുള്ള മോഹങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടവനായിട്ട് ഉപരതിയെ പ്രാപിച്ചു, മനസ്സിന് ശാന്തി കിട്ടുകയും ചെയ്തു എന്ന് പറയുകയാണ് ഭഗവാൻ. തതോ ദുസ്സംഗമുത്സൃജ്യ സൽസു സജ്ജേത ബുദ്ധിമാൻ സന്ത ഏതസ്യ ചിന്തന്തി മനോവ്യാസംഗമുക്തിവി. അതുകൊണ്ട് ഉദ്ധവ എന്ത് ചെയ്യണം? ദുസ്സംഗം ഉത്സൃജ്യ, അതായത്
ദുഷ്ടജനങ്ങളായിട്ടുള്ള സംഘത്തെ ഉപേക്ഷിക്കുന്നേ വേണം. എന്നിട്ട് ബുദ്ധിമാനായിട്ടുള്ള ആൾ എന്ത് ചെയ്യണം? സൽസു സജ്ജയെ, സത്തുക്കളായുള്ളവരോട് മാത്രമേ സംഘം ചെയ്യാൻ പാടൂ. കാരണം സന്ത ഉക്തിഭി ഏതസ്യ മനോവ്യാസംഗം ചിന്തതി. സത്തുക്കളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സത്സംഗം കൊണ്ട് തന്നെ അവർ നല്ല വാക്കുകളെ സതു ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് എന്ത് ചെയ്യും? ഈ മനസ്സിൻ്റെ ഇവൻ്റെ ആ മനോവ്യാസംഗം, മനസ്സിൽ വിഷയങ്ങളായിട്ടുള്ള ആ ആസക്തി ഉണ്ടല്ലോ, അതിനെ മെല്ലെ മെല്ലെ ചിന്തതി, നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അതിനെയൊക്കെ നശിപ്പിക്കും സത്തുക്കൾ എന്ന് പറയുകയാണ്. സന്തോ നപേക്ഷാമച്ചിത്ത പ്രശാന്ത സമദർശിന നിർമ്മമാ നിരഹങ്കാര നിർദ്വന്ദ്വ നിഷ്പരിഗ്രഹ. പിന്നെയും സത്തുക്കളുടെ ഗുണം പറയാണ്. സന്തോ അനപേക്ഷ. സത്തുക്കൾ എങ്ങനെയാണ്? അനപേക്ഷന്മാരാണ്, ഒന്നിനോടും അപേക്ഷ ഇല്ലാത്ത ആൾക്കാരാണ്, എപ്പോഴും എന്നെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ പ്രശാന്ത, വളരെ ശാന്തന്മാരെ, പ്രകർഷേണ ശാന്തം, മനസ്സിന് യാതൊരു പരിഭ്രമവും ഇല്ലാത്ത ആൾക്കാരാണ് അവർ. എല്ലാവരോടും ഒരേ ഭാവത്തിൽ കാണുന്ന സമദർശികളാണ്. നിർമ്മമാ നിരഹങ്കാര. ഞാൻ എൻ്റെ എന്നുള്ള ഭാവം അവർക്ക് ഒന്നിനും ഇല്ല എന്ന് പറയുകയാണ്. പിന്നെയോ നിർദ്വന്ദ്വ. അവർക്ക് ഇതിൽ ഈ ഭേദഭാവന എന്നുള്ളതില്ലാണ്. അതായത് സുഖം, ദുഃഖം, മാനം, അപമാനം, സ്തുതി, നിന്ദ, അങ്ങനെയുള്ളതില്ല, ഇതൊന്നും അവർക്കില്ല. അങ്ങനെയുള്ള നിഷ്പരിഗ്രഹ, എല്ലാറ്റിനെയും ഉപേക്ഷിച്ചവരാണ്. അങ്ങനെ ആൾക്കാരാണ് സത്തുക്കൾ. അവരുടെ തേഷു നിത്യം മഹാഭാഗേഷു മത്കഥാ സംഭവന്തി ഹിതാനൃണാം ജുഷതം പ്രപുനന്ത്യകം. അതുകൊണ്ട് മഹാഭാഗ, ഉദ്ധവനോട് പറയുകയാണ് അങ്ങ് എന്ത് ചെയ്യണം? മഹാഭാഗേഷു തേഷു, മഹാഭാഗ്യവാന്മാരാണ് അവര്. എങ്ങനെയാണ്? നിത്യം മൽക്കഥാ സംഭവന്തി. അവർ ഈ സത്തുക്കളുണ്ടല്ലോ, അവർ കൂടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ എപ്പോഴും എന്തെങ്കിലും സംഭാഷണം എൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. മൽക്കഥാ സംഭവന്തി താജുഷത. അവരെ ആ കഥകളെ സേവിക്കുന്ന നൃണാം അഖം പ്രപുനന്തിഹി. അങ്ങനെ എൻ്റെ ആ കഥകളെ കേൾക്കുന്നതിന് എൻ്റെ ഗുണം എന്താ? അവരുടെ ഉള്ളിലുള്ള പാപങ്ങളെ മുഴുവൻ, അതുമാതിരി പാപവാസനകളെ മുഴുവൻ നശിപ്പിച്ച് അവരുടെ ഉള്ളിൽ ശുദ്ധാക്കി തീർക്കും. അതാണ് അതിൻ്റെ മഹത്വം. തായേ ശൃണ്വന്തി ഗായന്തി ഹ്യനുമോദന്തി ചാധൃത മത്പരാ ശ്രദ്ധദാനാശ്ച ഭക്തിം വിന്ദന്തി മയി. അങ്ങനെ ഞാൻ തന്നെ മൽപര, അവർക്ക് വേറെ ഒന്നുമില്ല, ഞാൻ തന്നെ ഉള്ളൂ അവർക്ക്. അങ്ങനെ ആ വിചാരത്തിലുള്ളവർ എന്ത് ചെയ്യും? ശ്രദ്ധയോട് കൂടിയിട്ട്, ബഹുമാനത്തോടു കൂടിയിട്ട് അവർ എൻ്റെ കഥകളെ എങ്ങനെ കേൾക്കും, കീർത്തിക്കും, അനുമോദിക്കും. അവരുണ്ടല്ലോ മയി ഭക്തിം വിന്ദന്തി. അങ്ങനെ അവരുടെ കൂടെ നടന്നുകൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? അവരുടെ മാതിരി തന്നെ എന്നിലുള്ള ഭക്തി ഉറച്ചുറച്ച് അങ്ങോട്ട് വരും. ഭക്തിം ലബ്ധവത സാധോ കിമഞ്ഞൽ അവശിഷ്യതേ മയി അനന്ത ഗുണേ ബ്രഹ്മൻ ജ്ഞാനന്ദ അനുഭവാത്മനി. ഇങ്ങനെ അനന്ത ഗുണങ്ങളോട് കൂടിയായിട്ടുള്ള ആനന്ദ അനുഭവ സ്വരൂപമായിട്ടുള്ള ഇതിൽ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള എന്നിൽ ഇതിൽ ഭക്തി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധോ പിന്നെ വേറെ എന്താണ് ലഭിക്കാനുള്ളത് ഇരിക്കുന്നു പറയുകയാണ്. ഭാവി എന്താണ്? അന്യൽ കിം അവശിഷ്യത. ഇങ്ങനെ ഭക്തി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ എന്താണ് ലഭിക്കാൻ ബാക്കിയുള്ളത് എന്ന് ചോദിക്കുകയാണ്. യഥോപശ്രയമാണസ്യ ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്യേതി സാധുൻ സംസേവതസ്തഥാ. അതിനുദാഹരണം പറയാണ്. എന്താണ്? യഥാ സാധുൻ സംശയ. സാധുക്കളെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? പേടികൾ ഇല്ലാണ്ടാവും, അതുമാതിരി ഇരുട്ടില്ലാണ്ടാവും, അതുമാതിരി എന്താണ് അജ്ഞാനം ഇല്ലാണ്ടാവും, അതുമാതിരി അത് കാരണമുള്ള ദുഃഖങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും. സത്യങ്ങൾ ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീയ അങ്ങനെ കത്തിച്ച് തീയിൻ്റെ അടുത്ത് പോയി എന്താ ഉണ്ടാവുക? ചൂട് ലഭിക്കും, വെളിച്ചം ലഭിക്കും, ഇരുട്ടില്ലാണ്ടാവും, പേടിയില്ലാണ്ടാവും. അതുമാതിരി സത്തുക്കളെ ആശ്രയിച്ച ആൾക്കാർക്ക് ഈ അജ്ഞാനമാവുന്ന ഇരുട്ടില്ലാണ്ടാവും ചെയ്യും. അത് കാരണം ഉണ്ടാകുന്ന ദുഃഖങ്ങളും എല്ലാം നശിക്കുകയും ചെയ്യും. ശീതം ഭയം തമോപ്യേതി സാധൂൻ സംസേവതസ്തഥാ നിമജ്ജോന്മജ്ജതാം ഘോരേ ഭവാബ്ധോ പരമായനം സന്തോ ബ്രഹ്മവിദശാന്ത നൗർദൃഢേവാപ്സുമജ്ജതാം. ഇങ്ങനെ ഈ ഭയങ്കരമായിട്ടുള്ള ഘോരേ ഭവാബ്ധവും ഭയങ്കരമായിട്ടുള്ള ഈ സംസാര സമുദ്രത്തിൽ നിമജ്ജോന്മജ്ജതാം അപ്സു, ആ സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ ജലത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി കഴിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്? മജ്ജതാം ദൃഢാനൗ, ഉറപ്പുള്ളൊരു തോണിയെ പോലെ ആരാണുള്ളത്? ബ്രഹ്മവിദ ശാന്താസന്ത പരമായനം. ആ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നശിച്ച് മനസ്സിനെ ഒതുക്കിയുള്ളതായിട്ടുള്ള ആ ശാന്ത
ശാന്തന്മാരായിട്ടുള്ള സത്തുക്കളുണ്ടല്ലോ, അവരാണ് മുഖ്യ ആശ്രയമായിട്ടുള്ള തോണിയായിട്ട് വരുന്നത്. എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഇതിൽ മോചനം ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം, സംസാരത്തിൽ അങ്ങനെ മുങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് ഒരേ ആശ്രയം ഈ സത്സംഗം മാത്രമേ ഉള്ളൂ എന്നാണ് ഭഗവാൻ പറയണേ. അന്നം ഹി പ്രാണിനം പ്രാണ ആർത്താനം ശരണം ത്വഹം ധർമ്മോ വിത്തം നൃണം പ്രേത്യ സന്തോർവ്വബിഭ്യതോരണം. ജീവികൾക്ക് പ്രാണൻ എന്താണ്? അവർ കഴിക്കുന്ന ഭക്ഷണം. അന്നം ഹി ആർത്താനം ശരണം തു അഹം. എന്നാലോ ദുഃഖിതന്മാർക്ക് ശരണം ആരാണ്? ഞാൻ തന്നെയാണ്. നൃണാം പ്രേത്യ വിത്തം ധർമ്മ. ആ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്കുണ്ടല്ലോ, ആ ധനം എന്നുള്ളത് എന്താണ്? ധർമ്മം. അവർ ചെയ്യുന്ന ആ ധർമ്മം എന്നുണ്ടല്ലോ, അതാണ് അവർക്ക് പോകുന്ന സമയത്ത് അർവാൻ ബിഭ്യത. അതുമാതിരി അതായത് നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങളാണ് നമ്മുടെ കൂടെ പൊതിച്ചോറായിട്ട് പരലോകത്തിലേക്ക് പോകാന്ന് പറയുന്നുണ്ടല്ലോ. അതുമാതിരി സത്തുക്കളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംഘം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് എന്താണ്? അത് എന്തായി തീരും? ബിഭ്യത ഹരണം സന്ത. ഇതിൽ നിന്ന്, ഈ സംസാരത്തിൽ നിന്ന് പേടിക്കുന്ന ആൾക്കാർക്ക് പരമമായിട്ടുള്ള രക്ഷ ആരാണ്? സത്തുക്കളാണ്. സന്തോദിശന്തി ചക്ഷുംഷി ബഹിരർക്ക സമുദ്ധിത ദേവതാ ബാന്ധവാ സന്ത സന്ത ആത്മാഹമേവജ. നന്നായിട്ട് ഉദിച്ചിരിക്കണ ആ സൂര്യൻ ആ പുറത്ത് എങ്ങനെ എല്ലാവരും ശോഭിപ്പിക്കണമല്ല, കണ്ണുകളൊക്കെ ഇതിൽ തുറന്നിട്ട് നല്ല വെളിച്ചം കാട്ടി തന്ന കാഴ്ചകളെ കാണിച്ചു തരുന്നില്ലേ കണ്ണുകൾക്ക്? അതുമാതിരി ആ സജ്ജനങ്ങൾ ആ കണ്ണുകളെ നന്നായിട്ട് തുറന്നു തരുന്നു. എന്തിന്? ദൈവങ്ങളും എല്ലാം നമ്മുടെ ജീവനും ഞാൻ തന്നെ എല്ലാം സത്തുക്കളാകുന്നുള്ള ഭാവം തുറന്നു കഴിഞ്ഞു വെച്ചാൽ എന്നെ കാട്ടിത്തരാനുള്ള സൂര്യന്മാരാണ് അവർ. ഇതിൽ നല്ല കാഴ്ച തരുന്നതായിട്ടുള്ള സൂര്യന്മാരാണ് അവർ. അങ്ങനെ ആ തത്വം മനസ്സിലാക്കിയിട്ട് ഉദ്ധവ വൈദസേന തതോപ്യേവ ഉർവശ്യാലോക നിസ്പൃഹ മുക്തസംഗോ മഹീമേതാം ആത്മാരാമ ചചാര. ഈ വൈദസേനൻ അഭി, അതായത് പുരൂരവസിന്റെ വേറൊരു പേരാണ്. അതായത് വീതസേനത്തിന്റെ വൈദസേനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരൂരവസ്. കാരണം വീതസേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇളനൊരു പേരുണ്ട്. കാരണം പറഞ്ഞില്ലേ, സുബ്ജുമ്നെ കാട്ടിൽ നായാട്ടിന് പോയ സമയത്ത് ഈ അംബികാവനത്തിൽ ഇളാവൃതത്തിൽ പോയപ്പോഴാണ് പരമേശ്വരൻ്റെ ശാപം കൊണ്ട് സ്ത്രീ ആയി പോയത്. അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ കൂടെയുള്ള ആൾക്കാരെല്ലാവരും സൈന്യം എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഇദ്ദേഹം തനിച്ചായി. അതുകൊണ്ട് വീതസേനൻ എന്ന് ഈ ഇളനൊരു പേരുണ്ട്. അതുകൊണ്ടാണ് ഈ അയലിനെ വൈദസേനൻ എന്നും കൂടി പേര് വരാൻ കാരണം. അങ്ങനെയുള്ള പുരൂരവസ് എന്ത് ചെയ്തു? തതോപ്യേവ ഉർവശ്യാലോക നിസ്പൃഹ. ഈ ഉർവശിയായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അതിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെയായിട്ട് മുക്ത സംഘം, എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ആത്മാരാമനായിട്ട് ഈ ലോകത്തിൽ അങ്ങനെ ജീവൻ മുക്തനായിട്ട് അങ്ങനെ ചരിച്ചു. എന്തൊരു അത്ഭുതം എന്ന് പറയുകയാണ്. അതൊന്നും മാത്രമേ വിചാരം കൊണ്ട് സ്ത്രീസംഘം എല്ലാ തരത്തിലുള്ള വൈരാഗ്യ സംഘങ്ങളിൽ നിന്നെല്ലാം വിടുതി നേടാ വൈരാഗ്യം. എന്നിട്ട് വിവേകം കൊണ്ട് ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തത്വം ആ സത്തുക്കളിൽ നിന്ന് ലഭിച്ചിട്ട് അങ്ങനെ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ ജ്ഞാനപ്രാപ്തി കൊണ്ട് നമുക്ക് മുക്തന്മാരായിട്ട് ചരിക്കാൻ കഴിയുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ഏകാദശസ്കന്ധേ ഐളഗീതം നാമ ഷഡ്വിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.